In the video, CBSE 10th ക്ലാസ്സിലെ 6th ചാപ്റ്റർ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിലെ എക്സസൈസ് 6.3ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് വിച്ച് പെയേഴ്സ് ഓഫ് ട്രയാങ്കിൾസ് ഇൻ ഫിഗർ 6.34 ആർ സിമിലർ. റൈറ്റ് ദ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ യൂസ്ഡ് ബൈ you for answering the question and also write the pairs of similar triangles in the symbolic form. The first question, in triangle ABC and triangle PQR. Triangle ABC and triangle PQR. പടത്തിൽ നോക്കുക, ഇതാണ്. ഇവിടെ നമുക്ക് ആംഗിൾ എ 60 ഡിഗ്രി ആണ്, ആംഗിൾ പി 60 ഡിഗ്രി ആണ്. അതുപോലെ ആംഗിൾ ബി 80 ആണ്, ആംഗിൾ ക്യൂ 80 ആണ്. അതുപോലെ ആംഗിൾ സി 40 ആണ്, ആംഗിൾ ആർ 40 ആണ്. ഇത് ഫിഗർ നേരെ തന്നേക്കുന്നത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി ആണ്, ഈക്വൽ ടു 60 ഡിഗ്രി. അതുപോലെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്, ഈക്വൽ ടു 80 ഡിഗ്രി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ആണ്, ഈക്വൽ ടു അത് 40 ഡിഗ്രി. അപ്പോൾ ഇവിടെ 3 ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എ ക്രൈറ്റീരിയൻ ആണ്. ദസ് ബൈ യൂസിങ് എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ, ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെയും ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ പി ക്യു ആർ. പേരിൽ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല, പകരം സൈഡാണ്. എ ബി 2 സെൻറ്റിമീറ്റർ ആണ്, ക്യു ആർ 4 സെൻറ്റിമീറ്റർ ആണ്, എ സി 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ പി ക്യു 6 സെൻറ്റിമീറ്റർ ആണ്, ബി സി 2.5 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ പി ആർ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏതൊക്കെയായിരിക്കും ഈക്വൽ ആവുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് എന്ന് നോക്കുക. നമുക്കിവിടെ എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2ൻ്റെ ഡബിൾ ആയിട്ട് വരുന്നത് ഇവിടെ 4 ആണ്. അപ്പോൾ നമുക്ക് എ ബി ബൈ ക്യു ആർ എഴുതാം. എ ബി ബൈ ക്യു ആർ ഈക്വൽ ടു 2/4 ആണ്, ഈക്വൽ ടു 1/. ഇനി ബി സി എഴുതിയാൽ ബി സി ബൈ പി ആർ എഴുതാം, ഈക്വൽ ടു അത് 2.5 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 1/2. അതുപോലെ എ ബി ബൈ എ സി ബൈ പി ക്യു, എ സി ബൈ പി ക്യു ഈക്വൽ ടു ഇത് 3/6 ആണ്, ഈക്വൽ ടു 1/2. ഇവിടെ സൈഡ്സിൻ്റെ റേഷ്യോ, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. അതായത് എ ബി ബൈ ക്യു ആർ ഈക്വൽ ടു ബി സി ബൈ പി ആർ ഈക്വൽ ടു എ സി ബൈ പി ക്യു ആർ. നമുക്ക് കറസ്പോണ്ടിങ് സൈഡ്സ് ഏതാണെന്ന് നോക്കിയിട്ട് വേണം ട്രയാങ്കിളിൻ്റെ പേര് എഴുതാൻ. അവിടെ മാത്രം ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു എ ബി സി നമ്മൾ എഴുതുമ്പോൾ പി ക്യു ആറിന് സിമിലറാണ്, പക്ഷേ സിമിലർ ആണെങ്കിലും എ ബി സി എ ബി ബി സി എ സി എന്നീ സൈഡ്സ് കറസ്പോണ്ടിങ് ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ പേര് എഴുതാൻ. അപ്പോൾ ട്രയാങ്കിൾ പി ക്യു ആർ എന്നല്ല, ട്രയാങ്കിൾ പി ക്യു ആർ തന്നെ, പക്ഷേ എഴുതുമ്പോൾ അത് ക്യു ആർ പി എന്ന് എഴുതണം. ട്രയാങ്കിൾ ക്യു, കാരണം എ ബിയും ക്യു ആറും ആണ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അതുപോലെ ബി സിയും പി ആറും അല്ലെങ്കിൽ ആർ പി ആണ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അതുപോലെ എ സിയും ക്യു പി ആണ് അല്ലെങ്കിൽ പി ക്യു ആണ്. അതുകൊണ്ട് പേരെഴുതുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചെഴുതുക. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ എൽ എം പി ട്രയാങ്കിൾ ഡി ഇ എഫ് ട്രയാങ്കിൾ എൽ എം പി ട്രയാങ്കിൾ ഡി ഇ എഫ്. ഇവിടെ സൈഡ്സ് നോക്കുക. നമുക്ക് പി എം ബൈ ഡി ഇ എന്നെടുത്താൽ പി എം ബൈ ഡി ഇ ഈക്വൽ ടു അത് 2/4 ആണ്. ഫിഗറിൽ നോക്കുക, പി എം 2 ആണ്, അപ്പോൾ ഡി ഇ എടുത്തു 4, 2/4 ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. അടുത്തത് പി എൽ ബൈ ഡി എഫ് എടുക്കാം. പി എൽ ബൈ ഡി എഫ്
ഫിഗറിൽ നോക്കുക പി എൽ ഇതാണ് ബൈ ഡി എഫ് എടുത്തു. അവിടെയും അത് 3/6 ആണ്. 3/6 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു നമുക്ക് 1/2 കിട്ടി. ഇനി മറ്റു രണ്ട് സൈഡ് LM എടുത്താൽ LM ബൈ FE ഈക്വൽ ടു അത് 2.7 ഡിവൈഡ് ബൈ 5 ആണ്. അതിനെ പോയിന്റ് മാറ്റിയാൽ നമുക്ക് 27/50 എന്നാണ് കിട്ടുക. അപ്പോൾ അത് ഇതിൻ്റെ റേഷ്യോയിലല്ല. ഈ രണ്ട് സൈഡ് പ്രൊപ്പോർഷനാണ്, പക്ഷേ മൂന്നാമത്തെ സൈഡ് അവിടെ ആ റേഷ്യോയിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ എഴുതിയാൽ ദാറ്റ് ഇംപ്ലൈസ് PM ബൈ DE ഈക്വൽ ടു PL ബൈ DF ആണ്, പക്ഷേ നോട്ട് ഈക്വൽ ടു LM ബൈ FE ആണ്. അപ്പോൾ ഇത് സിമിലർ അല്ല. സിൻസ് the ratios of corresponding sides are not proportional, the given triangles are not similar. ഇനി ഇതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ NML ഉം അടുത്ത ട്രയാങ്കിൾ PQR. ഇവിടെ MN ഇവിടെ നോക്കുക. MN എടുത്താൽ MN കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് PQ എടുക്കാം. MN ബൈ PQ അല്ലെങ്കിൽ QP ഈക്വൽ ടു 2.5 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 1/2 ആണ്. ഇനി അടുത്ത് ML എടുത്താൽ ML ഇതാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 5 ആണ്, ഇവിടെ 10 ഉണ്ട്. അപ്പോൾ നമുക്ക് ML ബൈ QR എടുക്കാം ഈക്വൽ ടു അത് 5/10 ഈക്വൽ ടു 1/2 ആണ്. ഇനി സൈഡ്സ് ഇല്ല, പക്ഷേ ആംഗിൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് സൈഡ് കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ദാറ്റ് ഇംപ്ലൈസ് MN ബൈ QP അല്ലെങ്കിൽ QP ഈക്വൽ ടു ML ബൈ QR ആണ്. അതവിടെ എഴുതി വെച്ചു. രണ്ട് സൈഡ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണ്. ഇനി ആംഗിൾ M ഈക്വൽ ടു ആംഗിൾ Q ആണ്. ആംഗിൾ Q ഈക്വൽ ടു 70 ഡിഗ്രി ആണ്. ഇനി നോക്കേണ്ടത് രണ്ട് ആംഗിൾ ഈക്വൽ ആണ്, പക്ഷേ ആംഗിൾ ഇതിന് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണോ എന്ന് നോക്കണം. ഇവിടെ ഈ പറഞ്ഞ സൈഡിന് ഈ നമ്മളെടുത്ത MN എന്ന സൈഡിന് MN-ഉം L-ൻ്റെയും ഇൻക്ലൂഡഡ് ആംഗിളാണ് M എന്ന് പറഞ്ഞ ആംഗിൾ. അതുപോലെ PQ-ൻ്റെയും QR-ൻ്റെയും ഇൻക്ലൂഡഡ് ആംഗിളാണ് ഇവിടെ Q എന്ന് പറഞ്ഞ ആംഗിൾ. അപ്പോൾ ബൈ യൂസിങ് SAS സിമിലാരിറ്റി ട്രയാങ്കിൾ NML ഇവിടെ സൈഡ്സിൻ്റെ ഓർഡർ നോക്കണം. നമ്മൾ NML എന്നെടുത്തു, സിമിലർ ടു PQR, ട്രയാങ്കിൾ PQR ആ ഓർഡർ തന്നെയാണ് ഉള്ളത്. ബൈ യൂസിങ് SAS സിമിലാരിറ്റി ട്രയാങ്കിൾ NML സിമിലർ ടു ട്രയാങ്കിൾ PQR. ഇനി ഇതിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ DEF. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ DEF. BA ബൈ FD ഈക്വൽ ടു BA 2.5 ആണ്, അവിടെ FD 5 ആണ്. ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് നമുക്ക് ഫിഗറിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സൈഡ്സ് ഏകദേശം ഒരേ റേഷ്യോയിൽ വരെ നോക്കുക. അപ്പോൾ BA ബൈ FD ഈക്വൽ ടു നമുക്ക് 2.5/5 ആണ്. 2.5 ഡിവൈഡ് ബൈ 5 ദാറ്റ്സ് ഈക്വൽ ടു 1/2. ഇനി അടുത്തത് BC ബൈ FE ഈക്വൽ ടു 3/6 ആണ്. അപ്പോൾ അതും 1/2 ആണ്. ഇനി ഉള്ളത് ആംഗിളാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡ് കറസ്പോണ്ടിങ് ആണ്. നമുക്ക് കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിൽ നമുക്ക് എഴുതാം. അപ്പം ദാറ്റ് ഇംപ്ലൈസ് BA ബൈ FD ഈക്വൽ ടു BC ബൈ FE ആണ്. ഇത് പ്രൊപ്പോർഷണൽ ആണ്. ഇത് നമുക്കറിയാവുന്നത് ആൻഡ് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ F ഈക്വൽ ടു 80 ഡിഗ്രിയാണ്. പക്ഷേ ഇവിടെ ഈ AB-യുടെയും BC-യുടെയും ഇൻക്ലൂഡഡ് ആംഗിൾ അല്ല ആംഗിൾ B. ഇവിടെ പക്ഷേ ആംഗിൾ
ആംഗിൾ എഫ് എന്ന് പറയുന്നത് ഡി എഫിൻ്റെയും ഇ എഫിൻ്റെയും ഇൻക്ലൂഡഡ് ആംഗിളാണ്. സൈഡ്സ് ഇവിടെ കറസ്പോണ്ടിങ് സൈഡ്സ് നമുക്ക് സെയിം റേഷ്യോയിൽ കിട്ടി, പക്ഷേ ആംഗിൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗിൾ അല്ല നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയിരുന്നത്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി, ബട്ട് ദി ആംഗിൾ എ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ ഗിവൻ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. Thus, the given triangle are not similar. Given triangles are not similar. ഇനി ഇതിലെ 6th question. Triangle DEF. DEF triangle PQR. ഫിഗറിൽ നോക്കുക, DEFും PQR. ഇവിടെ രണ്ട് ആംഗിൾ തന്നിരിക്കുന്ന സൈഡ് തന്നിട്ടില്ല. രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചില്ലെങ്കിലും എ ക്രൈറ്റീരിയ ഉപയോഗിച്ചാൽ നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ പി ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഫിഗറിൽ നോക്കാം, ആംഗിൾ പി 70 ഡിഗ്രി ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷേ ഇവിടെ 80 ഡിഗ്രിയും ഇവിടെ 30 ഡിഗ്രി ആയിരിക്കുമ്പോൾ ആംഗിൾ പി 180 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് 70 ഡിഗ്രി കിട്ടും. അതുപോലെ ഇവിടെ 70 ആണ്, ഇവിടെ 80 ആണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഇത് നമുക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ട് നമുക്ക് എ ക്രൈറ്റീരിയ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ രണ്ട് ആംഗിളും ശരിയാണെങ്കിൽ സിമിലർ ആകും. പക്ഷേ ഇവിടെ രണ്ട് ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ല നമുക്ക് ഈക്വൽ ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ട്രയാംഗിൾ ആകുമ്പോൾ ആംഗിൾ സം 180 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ട് ആംഗിൾ ഇ ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു 80 ഡിഗ്രിയാണ്. അതുപോലെ അടുത്ത ആംഗിൾ എഫ് ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു 30 ഡിഗ്രിയാണ്. അപ്പോൾ ബൈ യൂസിങ് എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ട്രയാംഗിൾ DEF സിമിലർ ടു ട്രയാംഗിൾ PQR നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.